അറിയാം. അപ്പം അദ്ദേഹം ഈ അമ്മ എന്താ ചെയ്യേണ്ടത്? അന്ന് വേണാട്ടിൻ്റെ രാജാവ്, അന്ന് തിരുവിതാംകൂറില്ല, വേണാടേ ഉള്ളൂ. പത്മനാഭപുരത്ത് ആസ്ഥാനമായിരുന്ന വേണാട്ട് അർജൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് ഈ അമ്മയെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ രാജാക്കന്മാരാണ്, ചിലപ്പോൾ യുദ്ധത്തിന് പോകണം, പല സ്ഥലങ്ങളിലുമൊക്കെ പോകണം. അപ്പം നിങ്ങൾക്ക് എന്നും അമ്മയെ ആരാധിക്കാൻ ചിലപ്പോൾ കഴിയില്ല എന്നറിയാം. അപ്പം നിങ്ങൾ ഈ അമ്മയെ ഒരു ചരപ്രതിഷ്ഠയായിട്ട് പ്രതിഷ്ഠിച്ചിട്ട് നിങ്ങൾ എവിടെയാണെങ്കിലും നവരാത്രി സമയത്ത് അമ്മയെ അവിടെ കൊണ്ടുപോയി നവരാത്രി നടത്തണം. ഇത്രയേ അദ്ദേഹം ആവശ്യപ്പെട്ടുള്ളൂ. അന്ന് തൊട്ട് ഇന്ന് വരെ മുടങ്ങാതെ, കമ്പര 12th സെഞ്ചുറിയോ മറ്റോ ആണ്, ഇത് 21st സെഞ്ചുറി ആയി. അപ്പോൾ 800 കൊല്ലത്തിൽ കൂടുതൽ അത് മുടങ്ങാതെ നടത്താനുള്ള ഒരു ഭാഗ്യം ഞങ്ങളുടെ പൂർവികർക്ക് ഉണ്ടായി. തമിഴ്നാടും കേരളവും വിഭജിച്ചപ്പോൾ വിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? കന്യാകുമാരി ദേവസ്വം ഇല്ലെങ്കിൽ തമിഴ്നാട് ഗവൺമെൻറ് പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? പക്ഷെ അതൊന്നും സംഭവിച്ചില്ല. 3 ദിവസം ആനപ്പുറത്ത് അമ്മയുടെ എഴുന്നള്ളത്ത്. ഇന്നലെ രാവിലെ 8:10 പത്മനാഭപുരത്ത് നിന്ന് തിരിച്ചു. ഇന്നലെ രാത്രിയിൽ കൂടിത്തുറ, ഇന്ന് രാത്രിയിൽ നെയ്യാറ്റിൻകര, നാളെ തിരുവനന്തപുരം. അപ്പം നമുക്ക് ദേവി എഴുന്നള്ളിക്കുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ അമ്മ വരുന്നു എന്നാണ്. അപ്പൊ ഈ മൂലവിഗ്രഹം, ഈ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പത്മനാഭപുരത്തെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന വിഗ്രഹം തന്നെയാണ് കൊണ്ടുവരുന്നത്. അവിടെ വേറെ ഒരു വിളക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനുവേണ്ടി തയ്യാറെടുത്ത് സന്തോഷത്തിൽ നിൽക്കുകയാണ് ഞങ്ങളെല്ലാവരും. സ്വാതിരുനാൾ മഹാരാജാവിൻ്റെ കാലത്താണ് ഈ നവരാത്രിയൊക്കെ ഒന്ന് ചിട്ടപ്പെടുത്തി 9 കീർത്തനങ്ങൾ എഴുതി. ആദ്യത്തെ 3 ദിവസം സരസ്വതിയായിട്ടും, പിന്നത്തെ 3 ദിവസം ലക്ഷ്മിയായിട്ടും, അവസാനത്തെ 3 ദിവസം ദുർഗയായിട്ടും സങ്കല്പിച്ച പൂജകള്, അമ്മയുടെ മുമ്പിൽ ഗ്രന്ഥങ്ങള്, ഭാഗവതം, രാമായണം മുതലായ ഗ്രന്ഥങ്ങൾ, വേദങ്ങള്, ഇതൊക്കെ ഓല ഗ്രന്ഥങ്ങളും വാള്, ശൂലം മുതലായ ഉപകരണങ്ങളും അമ്മയുടെ മുമ്പിൽ വെച്ച് അമ്മ ഇതിനൊക്കെ സാക്ഷിയായിട്ടിരിക്കുകയാണ്. അങ്ങനെയാണ്. പക്ഷെ ഇത് കഴിഞ്ഞ് വിജയദശമി പൂജയെടുപ്പ് കഴിഞ്ഞ് ഒരു ദിവസം നല്ലൊരിപ്പുണ്ട് ഏകാദശി. അത് കഴിഞ്ഞ് ദ്വാദശിയുടെ അന്ന് രാവിലെയാണ് തിരിച്ചെഴുന്നള്ളത്ത്. അപ്പം നാളെ നമ്മളെല്ലാവരും ഓടിച്ചെന്ന് കാത്തിരിക്കും അമ്മ വരാനായിട്ട്. പക്ഷെ ഈ തിരിച്ചെഴുന്നള്ളിക്കുന്ന ദിവസം ഞങ്ങൾ ആരും പോവില്ല. അത് മാത്രമല്ല, അമ്മ വെളിയിലേക്ക് ഇറങ്ങുന്നത് ആ മെയിൻ കവാടത്തിൽ കൂടെ അല്ല, ഒരു സൈഡിൽ കൂടെയുള്ള ഒരു കൊച്ചു വഴി കൂടെയാണ് പോകുന്നത്. അത് എന്തുകൊണ്ട്? അമ്മ പോകുമ്പോൾ കുഞ്ഞുങ്ങൾ കരയും. കുഞ്ഞുങ്ങൾ പറയാം അമ്മ പോരുത് എന്ന്. അപ്പോൾ കുട്ടികളെ കാണാതെ നമ്മൾ ഉറക്കിക്കെടുത്തിട്ട് ചിലപ്പോൾ പോകാറില്ലേ, ഇല്ലെങ്കിൽ ഒരു കളിപ്പാട്ടം കുഞ്ഞിന് കൊടുത്തിട്ട് പുറകെ കൂടെ പോകാറില്ലേ, അതുപോലെ അമ്മ ഒരു സൈഡിൽ കൂടെ ഒളിച്ചങ്ങ് പോകും. അങ്ങനെയാണ് ആ കഥ. അപ്പം അതിനു വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന അതൊരു കഥ. രണ്ടാമത്തെ ഒരു കൊച്ചു സംഭവമല്ല, വലിയ സംഭവമാണ്. ഈ നവംബർ 20-ാം തീയതി പത്മനാഭസ്വാമിക്ക് മുറജപം ആരംഭിക്കുകയാണ്. 6 കൊല്ലത്തിൽ ഒരിക്കലാണ് മുറജപം. 56 ദിവസത്തെ ജപങ്ങളും അതെല്ലാം കഴിഞ്ഞ് 56-ാമത്തെ ദിവസം, അതായത് ജാനുവരി 14 മകരവിളക്കിൻ്റെ അന്ന് ലക്ഷദീപം. അങ്ങനെ അത് പരിണമിക്കുന്നതാണ്. എല്ലാം ഭംഗിയായിട്ട് നടക്കാൻ ഭഗവാൻ തന്നെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന. നിങ്ങൾക്ക് എല്ലാവിധമായ അനുഗ്രഹങ്ങളും ധർമ്മശാസ്താവ് അയ്യപ്പൻ തന്ന ഈ പരിപാടി വളരെ മനോഹരമായിട്ട് നടത്താനും, നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാന്റെ കഥകൾ കേട്ട് അത് ശരിക്കും ഒരു ആനന്ദ സാഗരത്തിൽ ആറാടുകയാണ്. ഇത്രയും ആളുകളെ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം. ഇത് ഇരിക്കാൻ സ്ഥലമില്ല, വെളിയിലൊക്കെ ആൾക്കാർ നിൽക്കുന്നു. നിങ്ങളെല്ലാവരും ഒന്നിച്ച് ഉത്സാഹിച്ച് ഈ പരിപാടി വളരെ മംഗളകരമായിട്ട് നടത്തട്ടെ. അതിന് ഭഗവാൻ സഹായിക്കട്ടെ. നിങ്ങളെ എല്ലാവരെയും ജീവിതത്തിലുള്ള യാത്രയിൽ കൈപിടിച്ച് മുന്നോട്ട് നടത്തിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നേരത്തെ പോകുന്നതിന് നിങ്ങൾ ക്ഷമിക്കണം. നേരത്തെ ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ്, ക്ഷമിക്കണം.